വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു നാടൻ ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ തോരൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇടിച്ചക്ക ഓരോ സർക്കിളാക്കിയിട്ട് ഓരോരോ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുള്ളുണ്ടല്ലോ, മുള്ള് ജസ്റ്റ് ഇങ്ങനെ ചെത്തിയെടുക്കുക ചെയ്തത്. ഇത് മുറിക്കുമ്പോൾ പശ കാണും. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു. പിന്നെ കയ്യിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ. അതുപോലെ ഈ കത്തിയിലാവുന്ന പശയൊക്കെ നമുക്ക് ജസ്റ്റ് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ചെടുത്താൽ വേഗം അത് മാറിക്കിട്ടും കേട്ടോ. ഇനി അതിന് മുള്ളൊക്കെ ചെത്തിയിട്ട് ഞാനതിൻ്റെ ആ കൂണുണ്ടല്ലോ അത് ജസ്റ്റ് കട്ട് ചെയ്ത് കളയും. ആ മുള്ള് മാത്രം ചെത്തിയെടുത്തിട്ട് ആ കൂണ് ഉൾപ്പെടെ എല്ലാവരും കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഈ മുള്ള് ചെത്തുന്ന സമയത്ത് ചക്കയുടെ കളറ് മാറും, അത് കുഴപ്പമില്ല. മുള്ള് ചെത്തിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് പഴുത്ത ചക്കേനേക്കാളും ഇഷ്ടം ഇങ്ങനെ പച്ചച്ചക്ക ഉപ്പേരി വെച്ച് കഴിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻസിൽ അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ നല്ലോണം കഴുകിയിട്ട് ഇനി നമുക്കൊരു പ്രഷർ കുക്കറിൽ ഇത് ഒരു വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ. വെള്ളം അധികം കൂടാൻ പാടില്ല. അപ്പോൾ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇടിയച്ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം എന്ന് വെച്ചാൽ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ വറ്റിച്ചെടുക്കുന്നതാണ്. അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ചതച്ച് കൊടുക്കണം. ഇടിച്ചക്ക നല്ലോണം ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു തോരനിൽ ആവശ്യമുള്ളൂ. ഞാൻ അവിടെ കുറച്ച് നാളികേരം, പിന്നെ 2 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, കുറച്ചധികം പച്ചമുളക്. എനിക്ക് നല്ല ചൊടി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ തോരൻ ഉണ്ടാക്കുമ്പോൾ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒതുക്കിയെടുക്കാമെന്ന് പറയില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ ഒരു പിടി ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അത് വഴറ്റി കൊടുക്കാം കേട്ടോ.
നാളികേരമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കാം കേട്ടോ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്കയിലേക്ക് അരപ്പ് യോജിക്കുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇടിച്ചക്ക ഉപ്പേരി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ഉപ്പ് കുറവ് കണ്ടപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. ആ എരിവൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. എരിവ് കുറവ് ആവശ്യമുള്ളവർക്ക് കുറവ് പച്ചമുളക് ചേർക്കാം കേട്ടോ. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇടിച്ചക്കയുടെ കൂടെ മുതിര ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയുക. ചില സ്ഥലങ്ങളിൽ തോരൻ എന്ന് പറയും, മെഴുക്കുവരട്ടി എന്ന് പറയും. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇടിച്ചക്ക ഉപ്പേരി വേറൊരു രീതിയിലാണ് ഉണ്ടാക്കാറ്. അത് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചതയ്ക്കാത്ത വല്ല കഷ്ണങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്പൂൺ കൊണ്ട് ഈ പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളും. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ ചക്കയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.